ലിറ്റിൽ മൗസ് ലിറ്റിൽ മൗസ് ലിറ്റിൽ മൗസ്. വർഷങ്ങളായി എന്റെയും നിങ്ങളുടെയും കുട്ടികളുടെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരിയുടെ രഹസ്യം ലിറ്റിൽ മൗസ്, ഞങ്ങളുടെ ടോയ് ഗിഫ്റ്റ്. ഇത് ഉണ്ടാക്കുന്ന ഫാക്ടറിയിലാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. ഫോർ കിഡ്സ്, അതാണ് കേട്ടോ നമ്മളെ ലിറ്റിൽ അവൽ മിൽക്കിന്റെ കൂടെ കൊടുക്കുന്ന ഈ ലിറ്റിൽ മൗസ് ഉണ്ടല്ലോ, അത് ഉണ്ടാക്കി തരുന്ന സ്ഥാപനം. അതിന്റെ MD മുസ്തഫാഖാനെ കാണാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. മുസ്തഫാക്ക, ഹലോ. ശരിക്കും എങ്ങനെ ഉണ്ടാക്കുന്നത്? ഇത് ഉണ്ടാക്കാനല്ലേ നമ്മൾ ഈ കൺസെപ്റ്റ് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ നമ്മള് മനസ്സിൽ എന്തായിരുന്നത്, കുട്ടികൾ ഇത് എപ്പോഴും എക്സൈറ്റഡ് ആയിട്ടുള്ള ടോയ്സുകൾ അവർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഓരോ ടോയ്സും നമ്മൾ അത്രയും ശ്രദ്ധാപൂർവ്വമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതും മാനുഫാക്ചർ ചെയ്യുന്നതും. മാറി വരൂല്ലേ? തീർച്ചയായിട്ടും ഇത് മാറി, ഓരോ ബാച്ചും ഇത് മാറിക്കൊണ്ടിരിക്കും. അത് തന്നെയാണ് ഇതിന്റെ ഒരു ത്രില്ല്, മക്കൾക്ക് കിട്ടുന്ന ഒരു ത്രില്ല് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇവിടെയാണ് നമ്മൾ ഈ എഗ്ഗ് മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഓരോ സംഭവങ്ങളും ഓരോ സ്റ്റേജും നമുക്ക് കാണിക്കാൻ പറ്റും. സംഭവം ടോയ് ചെറിയ പരിപാടികളിൽ ഉണ്ടാക്കുന്ന പ്രോസസ്സ് വലുതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഇതാണ് നമ്മൾ മെഷീനറി. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നതാവട്ടെ റിലയൻസിൻ്റെ വിർജിൻ റോ മെറ്റീരിയലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ ഫുഡ് ഗ്രേഡ് മെറ്റീരിയലാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. ഇതിൽ ഉപയോഗിക്കുന്ന കളറാണെങ്കിൽ ഇപ്പോൾ മൗസിയുടെ ഒരു യെല്ലോ കളർ വരുന്നുണ്ട്. കാരണം ഈ ഒരു റോ മെറ്റീരിയൽ വരുന്നത് വൈറ്റ് കളറിലാണ്, ക്ലിയർ വൈറ്റ് കളറിലാണ്. അതിലേക്കാണ് നമ്മൾ മൗസിയുടെ ഒരു കളർ ആഡ് ചെയ്യുന്നത്. ആ മൗസിയുടെ കളർ ആഡ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് ആ ഒരു മെഷീൻ്റെ ചേമ്പർ ഉണ്ടല്ലോ, ആ ചേമ്പറിലേക്ക് ഇട്ടിട്ട് പിന്നെ അതിൽ 220 ഡിഗ്രി സെൽഷ്യസിൽ അത് ഈ മെറ്റീരിയലിനെ മെൽറ്റ് ചെയ്യിക്കുകയാണ്, ലിക്വിഡ് പോലെ ആക്കുകയാണ്. ആ ലിക്വിഡ് പോലെ ആക്കിയതിൻ്റെ ശേഷമാണ് നമ്മൾ ആ ഒരു മോൾഡിലേക്ക് ഇൻജെക്ട് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. എഗ്ഗായിട്ട് വന്നതിൻ്റെ ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന പ്രിൻ്ററാണ് ഈ പാഡ് പ്രിൻറ്റിങ് മെഷീൻ എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ മൗസിയുടെ ഒരു ലോഗോ, ആ ഒരു നിങ്ങളെ ആ കൺസെപ്റ്റിലുള്ള ഒരു ലോഗോ ഉണ്ടല്ലോ, ആ ലോഗോ നിങ്ങളുടെ കളറിൽ പ്രിന്റ് ചെയ്ത് വരുന്ന അതാണ് ആ ഒരു പിന്നെ പാഡ് പ്രിന്റിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് എന്തുകൊണ്ട് ഇത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത്, ഇതിന് ഓരോന്നിനും പ്രത്യേക ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കാർട്ടൂൺ കഥാപാത്രങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുപോലെ വണ്ടികളാവട്ടെ, സ്കൂട്ടറുകളാവട്ടെ. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇത് കിട്ടുമ്പോൾ ഭയങ്കരമായിട്ട് ത്രില്ലാവും. കാരണം അവര് ഈ ഒരു എഗ്ഗ് കിട്ടുമ്പോൾ തന്നെ ഇതിന്റെ ഉള്ളിൽ എന്താണെന്നുള്ള ഒരു ആകാംക്ഷയായിരിക്കും അവർക്ക് ഉണ്ടാവുക. അപ്പൊ അതിനകത്ത് അവർക്ക് ഇഷ്ടപ്പെടുന്ന ടോയ്സ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇതിൽ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഒരു സെലക്റ്റീവ് ബാച്ചിൽ വന്നിട്ടുള്ളത് ഒത്തിരി വെറൈറ്റി ടോയ്സുകളാണ്. അതിൽ ബോയ്സിൻ്റെതുണ്ട്, ഗേൾസിൻ്റെതുണ്ട്. ഇത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പെൺകുട്ടികൾ നോക്കേണ്ടത് ഈ പിങ്ക് സ്മൈലി ആണ്, അതേപോലെ ബോയ്സ് നോക്കേണ്ടത് ഈ ബ്ലൂ സ്മൈലി ആണ്. ഇന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്ന് പറയുന്നത്, ഇത് ചൈനയിലോ ബോംബെയിലോ പൂനെയിലോ ഒന്നുമല്ല. ഇത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ മങ്കട പഞ്ചായത്തിലെ വെള്ളിയില എന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രാമത്തിലാണ്. പുസ്തകം ശരിക്കും നമുക്കൊരു ഇൻസ്പിറേഷനാണ്.